ഷാരൂഖ് ഖാന്റെ വീട് ലോകത്തിലെ ഏറ്റവും വില കൂടിയ വീടുകളിലൊന്നായ മുകേഷ് അംബാനിയുടെ വീട്, കടലിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു പള്ളി, കടലിനടിയിലൂടെയുള്ള ഒരു യാത്ര തുടങ്ങി മുംബൈയിലെ ചില വേറിട്ട കാഴ്ചകളാണ് ഈ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് കപ്പലിൽ കയറി മുംബൈയിലെത്തിയ യാത്രയുടെ ആദ്യ ഭാഗങ്ങൾ കഴിഞ്ഞ വ്ലോഗുകളിൽ ഉണ്ട് കേട്ടോ, കണ്ടു നോക്കണേ. ഇപ്പൊ നമുക്ക് മുംബൈ ഒന്ന് കറങ്ങി നടക്കാം. ഇതാണ് ലോകത്തിലെ ഏറ്റവും വില കൂടിയ വീടുകളിലൊന്നായ മുകേഷ് അംബാനിയുടെ ആന്റിലിയ എന്ന് പേരിട്ടിരിക്കുന്ന വീട്. 27 നിലകളും 600 വീട്ടുജോലിക്കാരും 168 കാറുകൾ വരെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വീടാണ് കേട്ടോ ഇത്. 9 ലിഫ്റ്റുകൾ, 3 ഹെലിപ്പാഡുകൾ, ഒരു എയർ ട്രാഫിക് കൺട്രോൾ റൂം, സ്പാ സെന്റർ, യോഗ സ്റ്റുഡിയോ, സിനിമാ തിയേറ്റർ, മഞ്ഞു വീഴുന്ന ഐസ്മുറി തുടങ്ങി വമ്പൻ സംവിധാനങ്ങളാണ് ഇതിനകത്തുള്ളത്. താമസിക്കാൻ ഒരു വീടല്ല, ഒരു വലിയ മാള് വന്നു വെച്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥരെ വീടിന് മുമ്പിൽ കാണാം. അല്പനേരം ആ മാൾ അല്ല ആ കൊച്ചു വീട് വായും പൊളിച്ച് നോക്കിയിരിക്കുകയായിരുന്നു ഞങ്ങൾ. പിന്നെ നേരെ ഞങ്ങൾ പോയത് ഷാരൂഖ് ഖാന്റെ വീട് കാണാനാണ്. ബാന്ദ്രയിലെ കടൽ തീരത്തോട് ചേർന്ന 6 നിലയുള്ള ഒരു കൊട്ടാരം തന്നെയാണ് കേട്ടോ ഷാരൂഖ് ഖാന്റെ വീട്. മന്നത്ത് എന്നാണ് ഈ വീടിന്റെ പേര്. പ്രധാന ഒരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത്. ഞങ്ങൾ ചെന്നപ്പോൾ നിരവധി പേര് വീടിന് മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ബർത്ത്ഡേയുടെ അന്ന് SRK ജനങ്ങളെ കാണാനായിട്ട് ഇറങ്ങി വരുന്നതിനാൽ അന്നാണ് ഫാൻസ് കൂടുതലും വരുന്നത്. ഈ വീടിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കടൽ തീരാണ് ഉള്ളത്. അതാണ് ഈ കാണുന്നത്. തീരെ വൃത്തിയില്ലാത്ത ഒരു കടൽ തീരായിരുന്നു കേട്ടോ. ഉള്ള വേസ്റ്റ് മൊത്തം അവിടെ വിട്ടിരിക്കുന്ന കാണാം. കൂടുതൽ ടൈം അവിടെ നിൽക്കാൻ തോന്നിയില്ല, ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടു. ഇതാണ് കമല നെഹ്റു പാർക്കിലെ ബൂട്ട് ഹൗസ്. ഇംഗ്ലീഷിലെ "There was an old woman who lived in a shoe" എന്ന നഴ്സറി പാട്ടിനെ ആധാരമാക്കി നിർമ്മിച്ച ഷൂ ആണ്. ഇതിനകത്ത് കയറാനും മുകളിലെത്തി കാഴ്ചകൾ കാണാനും സ്ലൈഡ് ചെയ്ത് ഇറങ്ങാനും ഒക്കെ പറ്റൂട്ടോ. ഇതും ഒരു പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടാണ് കേട്ടോ. മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ട് എന്താന്ന് വെച്ചാൽ മുംബൈയിൽ കടലിനടിയിലൂടെ ഞങ്ങൾ പോയിട്ടോ. യെസ്, ഇന്ത്യയിലെ ഫസ്റ്റ് അണ്ടർ സീ ടണൽ, കടലിനടിയിലൂടെയുള്ള ആദ്യ തുരങ്കപാത അതിതാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 20 മീറ്റർ ആഴത്തിലുള്ള ഈ തുരങ്കത്തിന് 2.07 കിലോമീറ്റർ ആണ് നീളം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടണൽ ബോറിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സക്യാഡോ എന്നൊരു വെന്റിലേഷൻ സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രഷ് എയർ കയറാനായിട്ട്. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കാം. മലബാർ ഹിൽ മുതൽ പ്രിൻസസ് സ്ട്രീറ്റ് ഫ്ലൈ ഓവർ വരെയാണ് കേട്ടോ ഈ ടണൽ നിർമ്മിച്ചിരിക്കുന്നത്. ടണലിനകത്ത് CCTV, വെന്റിലേഷൻ, ഫയർ റെസിസ്റ്റൻസ് സംവിധാനം, അപകടം വരുമ്പോൾ രക്ഷപ്പെടാനായിട്ട് എസ്കേപ്പ് പാസേജുകൾ, സൂപ്പർ ലൈറ്റുകളൊക്കെ ആയിട്ട് ഒരു ലോകോത്തര സെറ്റപ്പ് തന്നെയാണ് കേട്ടോ. ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതൊക്കെ ശരിക്കും വിസ്മയങ്ങൾ തന്നെയല്ലേ. വൈകിട്ട് ഞങ്ങൾക്ക് വേണ്ടി ട്രാവൽ ഏജൻസിക്കാർ ബുക്ക് ചെയ്ത കോഹിനൂർ ഹോട്ടലിലെത്തി. നല്ല സൗകര്യങ്ങളുള്ള മുറിയൊക്കെ ആയിരുന്നു. ഒരു രാത്രി തങ്ങാനുള്ള മുറി ഇതാണ് കേട്ടോ. ഡിന്നറും അടിപൊളിയായിരുന്നു. കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ രാത്രി ഹോട്ടലിൽ നിന്ന് രാത്രിയിലെ മുംബൈ കാഴ്ചകൾ കാണാനായിട്ട് ചെറിയൊരു വാക്കിന് പോയി. നല്ല തിരക്കുള്ള റോഡാണ്. ടൈറ്റ്ലി പാക്ഡ് ആയിട്ടാണ് വണ്ടികൾ ഓടുന്നത്. ഇതൊക്കെയാണ് രാത്രിയിലെ കാഴ്ചകൾ. മുംബൈയിലെ 2ാമത്തെ ദിവസം ഞങ്ങൾക്കൊരു തീർത്ഥാടനം പോലെയായിരുന്നു കേട്ടോ. കാരണം പള്ളികളും അമ്പലങ്ങളുമാണ് കൂടുതലും വിസിറ്റ് ചെയ്തത്. ആദ്യം ഞങ്ങൾ പോയത് നല്ല തിരക്കുള്ള സിദ്ധിവിനായക ക്ഷേത്രത്തിലേക്കാണ്. 1801 നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ മേൽക്കൂരയുടെ ഉൾഭാഗം സ്വർണ്ണത്തിലാണ് പണിതിരിക്കുന്നത്. പിന്നെ ഈ അമ്പലത്തിന്റെ അകത്താണെങ്കിൽ നിറയെ പന്തലൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ക്ഷേത്രത്തിന്റെ ഭംഗി കാണാൻ നമ്മൾ പുറത്തു നിന്ന് തന്നെ നോക്കണം കേട്ടോ. ക്ഷേത്രത്തിന് പുറത്ത് കണ്ട ഒരു വേറിട്ട കാഴ്ചയാണ് ഈ പശുവിനെ തൊട്ട് പലരും വണങ്ങുന്നത്. അത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. പോകുന്ന വഴിയിൽ ചില കെട്ടിടങ്ങളുടെ ഉയരം കണ്ടിട്ട് അന്താളിച്ച് പോവായിരുന്നു കേട്ടോ. എന്ത് വലിയ കെട്ടിടങ്ങളല്ലേ. കടലിൽ സ്ഥിതി ചെയ്യുന്ന ഏഷ്യയിലെ ഒരേ ഒരു ദർഗയിലേക്കാണ് പിന്നെ പോയത്. ഹാജി അലി ദർഗ എന്നാണ് ഇതിൻ്റെ പേര്. 15ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സൂഫി വര്യനാണ് ഈ ഹാജി അലി. മക്കയിലേക്കുള്ള തീർത്ഥാടനത്തിനിടെ ഹാജി അലി മരിച്ചതായും അദ്ദേഹത്തിൻ്റെ ശവപ്പെട്ടി അത്ഭുതകരമായി ഈ സ്ഥലത്തേക്ക് പൊങ്ങി വന്നതായിട്ടാണ് ഐതിഹ്യം.
വോളി തീരത്ത് നിന്ന് ഏകദേശം 500 മീറ്റർ അകലെ ചെറിയൊരു ദ്വീപിലാണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത്. തിരമാലകൾക്കിടയിലൂടെയുള്ള ഈ ചെറിയ നടപ്പാത വഴിയാണ് ദർഗയിലേക്ക് എത്താൻ സാധിക്കുന്നത്. ആ പാതയിലേക്ക് കയറുന്നതിന് മുമ്പിൽ കുറേ കടകളുണ്ടായിരുന്നു. ഞങ്ങളോട് അവിടുത്തെ കടക്കാർ പറഞ്ഞു തലയിൽ തൊപ്പിയും തട്ടവും ഒക്കെ ഇട്ടാലാണ് അകത്തോട്ട് കയറ്റത്തുള്ളൂ. അതുകൊണ്ട് അവരുടെ പ്രൊഡക്റ്റ് മാക്സിമം ഞങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ നോക്കി. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ അതിലൂടെ നടന്നു വരുന്നവരുടെ തലയിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇവർ വെറുതെ പറയുന്നതാണ്. അങ്ങനെ ഞങ്ങളതൊന്നും മേടിക്കാതെയാണ് കേട്ടോ പോയത്. കൂടുതലും മുസ്ലിംസാണ് ഇവിടെ വരുന്നത് കണ്ടത്. പിന്നെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് എന്ന പോലെ ഒത്തിരി പേര് ഇവിടെ വന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നത് കണ്ടു. ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്രിസ്ത്യൻ പള്ളി കൂടെ നമ്മൾ കണ്ടു. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് മിഷണറിമാർ സ്ഥാപിച്ച ബസേലിക്ക ഓഫ് അവർ ലേഡി ഓഫ് ദ മൗണ്ട് എന്നൊരു കത്തോലിക്ക പള്ളിയാണിത്. ഇതിൻ്റെ യൂറോപ്യൻ ആർക്കിടെക്ചർ അതിമനോഹരമാണ് കേട്ടോ. മുംബൈയിലെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രത്തിലൊന്നാണ് ഇസ്കോൺ ടെമ്പിൾ. ഇത് ഭഗവാൻ ശ്രീകൃഷ്ണനോടുള്ള ഭക്തിയുടെയും ഭജന കീർത്തനങ്ങളുടെയും ഒരിടാണ് കേട്ടോ. വലിയ ഗോപുരങ്ങൾ, മനോഹര ശില്പങ്ങൾ, അതിലുപരി അലങ്കാരങ്ങളോടെ രൂപപ്പെടുത്തിയ വിശാലമായ പ്രാർത്ഥനാ മണ്ഡപം ചേർന്ന് മനോഹരമായ അറ്റ്മോസ്ഫിയർ ആണ് ഇതിനകത്തുള്ളത്. അവിടെ കുറച്ചു നേരം സമയം ചിലവഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് ഒരു ബീച്ചിലോട്ടാണ്. പിന്നെ ഞങ്ങൾ പോയത് സ്വീറ്റ്സ് മേടിക്കാൻ ഒരു കടയിലോട്ടാണ്. വീട്ടിൽ കൊടുക്കാനും ഫ്രണ്ട്സിന് കൊടുക്കാനായിട്ട് കുറേ സ്വീറ്റ്സ് നമ്മൾ മേടിച്ചു. ഒരു ബോക്സിൽ നമുക്ക് ഇഷ്ടമുള്ള സ്വീറ്റ്സ് ഒക്കെ വെച്ചിട്ട് അവർ തരും. അപ്പോൾ ഇതാണ് ആ കട. അത് കഴിഞ്ഞ് എല്ലാം മേടിച്ചിട്ട് ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്ക് തിരിച്ചു. മുംബൈയിലെ ഛത്രപതി ശിവാജി മഹാരാജ് എയർപോർട്ടാണിത്. അപ്പോൾ അദാനി ഗ്രൂപ്പാണ് ഇപ്പോൾ ഇത് നടത്തി വരുന്നത്. ഒരു വമ്പൻ എയർപോർട്ടാണ് കേട്ടോ ഇത്. പീകോക്ക് തീമാണ് ഇതിൻ്റെ ഡിസൈൻ. ഇൻറ്റീരിയറൊക്കെ കിഡിലനാണ്. കുറേ ഷോപ്പുകൾ ഇതിനകത്തുണ്ട് കേട്ടോ. ഞങ്ങൾ കുറേ നേരം എയർപോർട്ട് കണ്ടു നടന്നു. അങ്ങനെ രാത്രിയായപ്പോൾ ഞങ്ങളുടെ പ്ലെയിൻ എത്തി. ഈ തൊപ്പി ഞാൻ ലക്ഷദ്വീപിൽ നിന്ന് മേടിച്ചതായിരുന്നു കേട്ടോ. പക്ഷേ ബാഗിനകത്ത് കയറാത്തതുകൊണ്ട് കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കേണ്ടി വന്നു. അവസാനം ഒരു ബാധ്യതയായി മാറി. പക്ഷേ എന്നാലും ഒരു ഭംഗിയുള്ളത് കൊണ്ട് ഞാൻ അങ്ങ് ക്ഷമിച്ചു. അങ്ങനെ പ്ലെയിൻ പതുക്കെ പൊങ്ങി താഴേക്ക് നോക്കുമ്പോൾ രാത്രിയിൽ മുംബൈ കാണാൻ കിട്ടുമായിരുന്നു കേട്ടോ. ഇതാ കണ്ടില്ലേ, ഈ ലൈറ്റ്സ് ഒക്കെ ആയിട്ട് എന്ത് രസമാണെന്നറിയോ. വളരെ കോയിൻസിഡൻസ് എന്ന പോലെയായിരുന്നു മുംബൈയിൽ നിന്ന് ഉയർന്ന ശേഷം ട്രാവലർ വായിക്കാൻ എടുത്തപ്പോൾ കണ്ടത്. ദാ മുംബൈയിലെ ഒരു ട്രാവലർ കിടക്കുന്നു. അതായിരുന്നു വായിക്കാനുണ്ടായിരുന്നത്. ആകാശത്തിലൂടെ പോകുമ്പോൾ കുറേ മിന്നൽ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ആ മിന്നലൊന്ന് ക്യാമറയിൽ പതിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വിൻഡോയിലൂടെ ക്യാമറ ഓണാക്കി വെച്ചേക്കുമായിരുന്നു. കിട്ടിയപ്പോൾ എന്തൊരു സന്തോഷം. ഉണ്ണി വായന തുടർന്നു. ഞാൻ പതിയെ മയക്കത്തിലേക്കും പോയി. അങ്ങനെ ഞങ്ങൾ കൊച്ചി എയർപോർട്ടിലെത്തി. ബാഗൊക്കെ കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ കാർ എടുക്കാനായിട്ട് പോയി. നമ്മൾ വ്ളോഗിൻ്റെ തുടക്കത്തിൽ കണ്ടില്ലേ, യു ടേൺ എടുത്താൽ കാറ് കിട്ടുന്നൊരു ഹിൻ്റൊക്കെ വെച്ചിട്ട് നമ്മൾ കാറ് പാർക്ക് ചെയ്തത്. അങ്ങനെ യു ടേൺ എന്ന് എഴുതിയ തൂണിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ കാറൊക്കെ എടുത്തിട്ട് നേരെ ഞങ്ങൾ പോയത് ഒരു ഹോട്ടലിലോട്ടാണ്. എയർപോർട്ടിന് അടുത്ത് തന്നെയുള്ള ഹോട്ടലിലോട്ടാണ്. അവിടെ നിന്ന് ഒരു ബിരിയാണി മേടിച്ച് ഞങ്ങൾ 2 പേരും കൂടെ കഴിച്ചു. പിന്നെ ഞങ്ങൾ കാറെടുത്ത് വളരെ മനോഹരമായ ട്രിപ്പിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു. അങ്ങനെ നീണ്ടു നിവർന്ന് കിടന്ന കൊച്ചി ടു മുംബൈ യാത്രയുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളും ഡെയിലി വ്ളോഗ്സും ട്രാവൽ വ്ളോഗ്സും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. ബൈ ബൈ.